വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 15 അധ്യായത്തിന്റെ 12 മുതൽ. യേശുവിന്റെ ശിഷ്യന്മാർ അടുത്ത് എന്ന് ഈ വചനം കേട്ട് പരീശന്മാർ ഇടറിയിരിക്കുന്നുവെന്ന് നീ അറിയുന്നു എന്ന് ചോദിച്ചു. അവൻ അരുളി ചെയ്തു, സ്വർഗസ്ഥനായ എന്റെ പിതാവ് നട്ടതല്ലാത്ത നടുതലെല്ലാം നേരോടെ പറിച്ചു കളയപ്പെടും. ആകയാൽ അവരെ നിങ്ങൾ ഗൗനിക്കേണ്ട. അവർ കുരുടരെ വഴികാട്ടുന്ന കുരുടന്മാരാകുന്നു. കുരുടനെ വഴി നടത്തിയാൽ ഇരുവരും കുഴിയിൽ വീഴും. അനന്തരം ശമോൻ ഗീബാവിനോട്, എന്റെ കർത്താവേ, ഈ ഉപമ ഞങ്ങൾക്ക് വ്യാഖ്യാനിച്ചു തരണമേ എന്നപേക്ഷിച്ചു. അവൻ അവരോട് കൽപ്പിച്ചു, ഇതുവരെയായിട്ട് നിങ്ങളും ഗ്രഹിക്കുന്നില്ലയോ? വായിൽ പ്രവേശിക്കുന്നത് വയറ്റിൽ ചെന്നിട്ട് അവിടെ നിന്ന് പുറത്തെ മറപ്പുരയിൽ തള്ളപ്പെടുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? വായിൽ നിന്ന് പുറപ്പെടുന്നതാകട്ടെ ഹൃദയത്തിൽ നിന്നാണ് പുറപ്പെടുന്നത്. അതാണ് മനുഷ്യനെ അശുദ്ധപ്പെടുത്തുന്നത്. ദുർവിചാരങ്ങൾ, വ്യഭിചാരം, കൊല, വേശ്യാവൃത്തി, മോഷണം, കള്ളസാക്ഷി, ദൈവദൂഷണം, ഈ വകകൾ ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്നത്. ഇവയാകുന്നു മനുഷ്യനെ അശുദ്ധമാക്കുന്നത്. ഒരുവൻ കൈകൾ കഴുകാതെ ഭക്ഷിച്ചാൽ അശുദ്ധനാകുന്നില്ല. അനന്തരം പരീശനും സാധുക്കരും യേശുവിനെ സമീപിച്ചവനെ പരീക്ഷിച്ചുകൊണ്ട് ആകാശത്തുനിന്ന് ഒരടയാളം തങ്ങളെ കാണിക്കണമെന്ന് ആവശ്യപ്പെട്ടു. അവൻ അവരോട് ഉത്തരമായി പറഞ്ഞു, സന്ധ്യയ്ക്ക് ആകാശം ചുവന്നിരുന്നാൽ ഇന്ന് തെളിച്ചമുള്ള ദിവസമാണെന്ന് നിങ്ങൾ പറയുന്നു. പ്രഭാതത്തിൽ ആകാശം ചുവന്നു മൂടിയിരുന്നാൽ ഇന്ന് മഴയാണെന്ന് നിങ്ങൾ പറയുന്നു. കപടഭക്തരെ, ആകാശത്തിന്റെ ഭാവഭേദങ്ങൾ നിങ്ങൾക്കറിയാം. എന്നാൽ ഈ കാലലക്ഷണങ്ങൾ വിവേചിക്കുവാൻ നിങ്ങൾക്ക് കഴിയില്ലയോ? ദോഷവും വിചാരമുള്ള തലമുറ അടയാളം അന്വേഷിക്കുന്നു. യോനാ പ്രവാചകന്റെ അടയാളമല്ലാതെ ഒരടയാളം ഇതിന് ലഭിക്കുകയില്ല. പിന്നെ അവൻ അവരെ വിട്ടുപോവുകയും ചെയ്തു. നിങ്ങൾക്കെല്ലാവർക്കും സന്തതിയുണ്ടോ? നമ്മുടെ ഹൃദയത്തിലെ അശുദ്ധികൾ മാറ്റി നമ്മുടെ ഹൃദയം കർത്താവിനോട് അടുത്താൽ മാത്രമേ നമ്മുടെ ഈ ആരാധന പ്രയോജനപ്രദമാകൂ എന്നാണ് ഇന്ന് വായിച്ചതായ വേദഭാഗത്തിന്റെ ചുരുക്കം. ഇന്നലെ വായിച്ചതിന്റെ ഭാഗിയായിട്ട് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 14 അധ്യായത്തിന്റെ 34 മുതൽ 15-11 വരെ ഇന്നലെ വായിച്ചു. കഴിഞ്ഞ ദിവസം ദീപാവലിക്ക് ശേഷമുള്ള 2ാം ഞായറാഴ്ച വായിക്കേണ്ട വേദഭാഗമായിരുന്നത് വ്യാഴാഴ്ച നമ്മൾ വായിക്കുകയുണ്ടായി. ഇന്ന് ശനിയാഴ്ച പ്രഭാതത്തിൽ വായിക്കേണ്ടതിന് ബാക്കിയായിട്ട് വായിച്ചിരിക്കുകയാണ്. നമ്മുടെ ഹൃദയം ദൈവത്തിൽ നിന്ന് അകന്നിരിക്കുമ്പോൾ നമ്മുടെ ഭക്തിയുടെ ബാഹ്യപ്രകടനങ്ങൾ വ്യർത്ഥമായി തീരും. അത് കർത്താവിനെ കോപിപ്പിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളിപ്പോൾ ആരാധന സ്ഥലത്ത് വന്നിരിക്കുകയാണ്. നമ്മളുടെ ശരീരം ഇവിടെ എത്തിയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ഹൃദയം യേശുവിന്റെ സന്നിധിയിൽ പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്ന പുത്രന്റെ അടുത്ത് എത്തിയിട്ടുണ്ടോ? അങ്ങനെ യേശുവിനോട് അടുത്തിരിക്കുന്ന ഹൃദയത്തിന് മാത്രമേ അനുഗ്രഹം വാങ്ങിക്കാൻ സാധിക്കൂ. അല്ലാത്തവർക്ക് ശാപം വരുമെന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ നമ്മളുടെ കേൾക്കുന്ന വചനം വിശ്വാസമായി പരിണമിച്ചില്ലെങ്കിൽ അത് സ്വസ്ഥത ലഭിക്കുകയില്ല എന്ന് എബ്രായ ലേഖനം 4-ാം അധ്യായത്തിന്റെ 1 മുതൽ 12 വരെയുള്ള ഭാഗം നമുക്ക് കേട്ടു. ഒത്തിരി നാളായി നമ്മൾ വേദോത്സവം കൊണ്ടു നടക്കുന്നു, വായിക്കുന്നു, പ്രസംഗം കേൾക്കുന്നു. പക്ഷേ നമുക്ക് അത് വിശ്വാസമായിട്ട് പരിണമിക്കുന്നുണ്ടോ? അത് സ്വസ്ഥതയുടെ അനുഭവം നമുക്ക് തരുന്നുണ്ടോ? സ്വസ്ഥതയുടെ അനുഭവത്തിൽ മാത്രമേ നമുക്ക് ദൈവത്തോടൊത്ത് വസിച്ച് ദൈവത്തിന്റെ പേരിൽ കൂട്ടുവേലക്കാരാകാൻ സാധിക്കുകയുള്ളൂ. അസ്വസ്ഥത ഉണ്ടാക്കുന്ന ദുഷ്ട ഹൃദയത്തിന്റെ ദുഷ്ട ആത്മാക്കളോട് യാത്ര പറഞ്ഞെങ്കിലേ സ്വസ്ഥത നൽകുന്ന കാര്യസ്ഥനായ പരിശുദ്ധാത്മാവിനെ ഉൾക്കൊള്ളാൻ സാധിക്കുകയുള്ളൂ. വിശ്വാസ പ്രമാണത്തിൽ ആ കാര്യസ്ഥനായ പരിശുദ്ധാത്മാവിനോട് ക്ഷമ ചോദിച്ചിട്ട്, കാര്യസ്ഥനായ പരിശുദ്ധാത്മാവേ, ആശ്വാസപ്രദനായ കർത്താവേ, ഞങ്ങളെ അനാഥരായിട്ട് വിടാതെ ഞങ്ങളെ എപ്പോഴും കൂടെ നടന്ന് ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന നിന്റെ സാന്നിധ്യം ഞങ്ങളിൽ നിന്ന് പലപ്പോഴും അകന്നു പോയിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ അസ്വസ്ഥരായി പലതും പറഞ്ഞുപോയി, ചിന്തിച്ചുപോയി, അവിവേകമായി പലതും ചെയ്തുപോയി. അതുകൊണ്ട് പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ പറയുന്നതനുസരിച്ച് സ്വർഗത്തിലെ പിതാവിന്റെയും പുത്രന്റെയും ഭർത്താക്കന്മാരുടെയും ഭരണകർത്താക്കളുടെയും അനുമതിയോടെ എല്ലാം ഉചിതമായും ചന്തമായും ചെയ്താലേ ദൈവം നമ്മളോട് ഇരിക്കുകയുള്ളൂ. അല്ലാത്ത എല്ലാം അസ്വസ്ഥതയ്ക്കും അസമാധാനത്തിനിടയാക്കും എന്നുള്ള കാര്യം ഓർപ്പിച്ചുകൊണ്ട് കാര്യസ്ഥന്റെ പരിചരണത്തിലേക്കും കാര്യവിചാരത്തിലേക്കും എല്ലാം സമർപ്പിച്ചുകൊണ്ട് വിശ്വാസം പുതുക്കുക. നിങ്ങൾ കർത്താവെ, ഞങ്ങൾ ഇതാ നിലച്ചിലേക്ക് വരുന്നു. സഹോദരി സ്വരങ്ങളെ, മാതാക്കളെ, ഗുരുക്കന്മാരെ ഞങ്ങളോട് ക്ഷമിക്കണം. ഈ കുർബാന അംഗീകരിക്കപ്പെടുവാനുള്ള അവർ ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. 2ാമത്തെ ഞായറാഴ്ച നാളെ വരുന്നു. നാളെ ഇവിടെ രാവിലെ 8 മണിക്ക് ആരംഭിക്കുന്ന ആരാധന 10 മണിക്ക് തീരുമ്പോൾ നമ്മുടെ ആരാധന ആത്മാവിലും സത്യത്തിലുമായിട്ട് കർത്താവിന്റെ ക്രൂശ് വർണ്ണത്തിൽ കൂടെ നമുക്ക് വാഗ്ദത്തം ചെയ്ത സ്വസ്ഥതയും പരദീസായുടെ പ്രവേശനവും 100% നമുക്ക് ലഭിച്ചു.
പാതാളത്തിലായിരുന്നു നമ്മുടെ പ്രാണനെ പർദീസായിൽ പ്രവേശിപ്പിച്ച് ആശ്വസിപ്പിക്കുവാനാണ് കർത്താവ് യുദ്ധപ്പാടെല്ലാം കഴിച്ചത്. ആ സ്വസ്ഥതയുടെ അനുഭവം നമ്മുടെ അവകാശമാണെന്നാണ് ഇന്ന് നമ്മൾ കേട്ടതായ വാക്ക്. എബ്രായ ലേഖനം 4-ാം അധ്യായത്തിൽ നമ്മുടെ ആരാധനയുടെ എല്ലാം ലാക്ക്, നമ്മുടെ സ്വഭാവ ജീവിതത്തിന് ലാക്ക് അതാണ്. ഒരു സ്വസ്ഥതയുടെ അനുഭവം ദൈവം നമുക്ക് തരാൻ വെച്ചിരിക്കണം. അത് നമുക്ക് എന്താണ് ലഭിക്കാത്തത്? എബ്രായ ലേഖനം 4-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ യോശുവ അവർക്ക് സ്വസ്ഥത വരുത്തിയെങ്കിൽ മറ്റൊരു ദിവസത്തെക്കുറിച്ച് പിന്നീട് കൽപ്പിക്കുകയില്ലായിരുന്നു. പഴയ നിയമത്തിലുള്ളവർക്ക് കിട്ടാതെ പോയ ഒരു സ്വസ്ഥത കർത്താവ് പാതാളത്തിൽ ചെന്നപ്പോഴാണ് പഴയ നിയമത്തിൽ ഉണ്ടായിരുന്ന കുറെ പേർക്കെങ്കിലും സ്വസ്ഥത ലഭിച്ചത്. അസ്വസ്ഥനായി പാതാളത്തിൽ കഴിഞ്ഞിരുന്ന ആദാമിനും ഹവ്വയ്ക്കും കർത്താവ് പാതാളത്തിൽ ചെന്ന് പ്രസംഗിച്ച് അവരുടെ കയ്യിൽ പിടിച്ചവരെയും ആനയിച്ചുകൊണ്ടാണ് പർദീസായിലേക്ക് പോയത്. ആ കൂടെ വലതുവശത്തെ കള്ളനും സ്വസ്ഥത കിട്ടി. നമുക്ക് എല്ലാ ദിവസവും നമ്മുടെ പ്രാണൻ യേശുവിന്റെ മാറിലെത്തുകയാണെങ്കിൽ ആ പ്രാണന് സ്വസ്ഥത ലഭിക്കുമെന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യാശ. ഈ ശരീരം ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമുക്ക് പർദീസായി പോകാൻ കഴിയുമെന്നുള്ള കാര്യം മറക്കരുത്. ശരീരം മരിച്ചതിന് ശേഷം കിട്ടാനിരിക്കുന്നതാണ് ഈ പർദീസ എന്ന് തെറ്റിദ്ധരിക്കരുത്. നമ്മൾ വിശ്വസിക്കുകയും വിശ്വാസം പ്രത്യാശയായി ദൈവസ്നേഹമായി വചനം പൂർണ്ണമായി അനുസരിക്കുന്ന വ്യവസ്ഥയിലേക്ക് വരാമെങ്കിൽ നമുക്ക് ഇപ്പൊ തന്നെ ഇവിടെ വെച്ച് തന്നെ ഇപ്പൊ തന്നെ അനുഭവിക്കാവുന്ന ഒരു അനുഭവമാണ് പർദീസ. ദൈവരാജ്യം നിങ്ങളുടെ ഇടയിലുണ്ട് എന്നുള്ളതായ ആ സന്ദേശം ശ്ലീവാ പെരുന്നാളിന് ശേഷമുള്ള ദിവസങ്ങളിൽ പിതാക്കന്മാർ നമ്മളെ പഠിപ്പിക്കുക. യേശുവിന്റെ പരസ്യ ശുശ്രൂഷ ആരംഭിച്ചപ്പോൾ മർക്കോസിന് സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 14-15 വാക്യങ്ങളിൽ ദൈവരാജ്യം നിങ്ങളുടെ തൊട്ടടുത്ത് വന്നിരിക്കുന്നു. പക്ഷെ ദൈവരാജ്യം നിങ്ങളുടെ തൊട്ടടുത്ത് വരെ വരുന്ന കാര്യം ദൈവം ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ അകത്തേക്ക് പ്രവേശിപ്പിക്കാനുള്ള നമ്മുടെ ചെയ്യേണ്ട പണിയാണ്. നമ്മുടെ വ്യക്തിത്വത്തെയും സ്വാതന്ത്ര്യത്തെയും കർത്താവ് ആദരിക്കുന്നു. ദൈവരാജ്യം നമ്മുടെ ദേഹിയുടെ മണ്ഡലത്തെയോ നമ്മുടെ ഹൃദയത്തെയോ തല്ലിപ്പൊളിച്ച് അകത്ത് കയറി അങ്ങനെ ക്രൂരരായ ഭരണാധികാരികൾ രാജ്യങ്ങൾ പിടിച്ചടക്കുന്ന പോലെ അല്ല ദൈവരാജ്യം നമ്മുടെ അകത്ത് പ്രവേശിക്കുന്നത്. ദൈവം നമ്മുടെ വ്യക്തിത്വത്തെയും സ്വാതന്ത്ര്യത്തെയും സ്വകാര്യതയും മാനിക്കുന്നവനാണ്. അവൻ നമ്മുടെ വാതിൽക്കൽ വന്ന് മുട്ടുകയേ ഉള്ളൂ. ഞാൻ നിന്നെ ആദരിക്കുന്നു, നിന്റെ സ്വകാര്യതയും നിന്റെ അടഞ്ഞിടക്കുന്ന മുറിയെയും ഞാൻ ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു. അതിനൊക്കെ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ നീ എന്റെ വകയാണ്. ഞാൻ നിന്നെ സൃഷ്ടിച്ചു, രക്ഷിച്ചു, പരിപാലിച്ചു. എനിക്കായിട്ട് നിന്റെ ഉള്ളിലൊരു സ്ഥലമുണ്ട്. അത് ഒഴിഞ്ഞു കിടക്കുകയാണോ? അതാ ഒഴിഞ്ഞെടുത്ത സ്ഥാനത്ത് കള്ളനെ കയറ്റിയിട്ടുണ്ടോ? ഞാനാണ് അവിടെ ഇരിക്കേണ്ടത് എന്ന് പറഞ്ഞ് വാതിൽക്കൽ മുട്ടുകയേ ചെയ്യുകയുള്ളൂ. അപ്പൊ നമ്മുടെ ചുമതലയാണ് വാതിൽ തുറന്നവനെ സ്വീകരിച്ച് നമ്മൾ അവനോടും അത്താഴം കഴിക്കേണ്ടത്. അപ്പൊ ആ സ്വർഗീയ മണവാളനായ യേശുവിനെ വിവാഹത്തിന് മുമ്പ് വിവാഹ നിശ്ചയം കഴിഞ്ഞ മണവാട്ടിയോടത്ത് ഒത്തിരി അത്താഴം കഴിക്കാൻ ആഗ്രഹമുണ്ട്. ഈ ഭൂമിയിലും വിവാഹ നിശ്ചയത്തിനും വിവാഹത്തിനിടയിൽ മണവാളനും മണവാട്ടിയും പലയിടത്ത് കണ്ടുമുട്ടാറുണ്ട്. ആഭരണം എടുക്കാൻ, വസ്ത്രം എടുക്കാൻ, പല കാര്യങ്ങൾക്ക് പലയിടങ്ങളിൽ കണ്ടുമുട്ടുമ്പോൾ അന്നേരം ഒരു ഹോട്ടലിൽ ചെറിയൊരു കഴിവുണ്ട്. അതിന്റെ ഇടയിൽ അവരുടെ സ്നേഹം വർദ്ധിക്കുകയാണ്, അവരുടെ ധാരണകൾ വർദ്ധിക്കുകയാണ്, അവർ സന്തോഷിക്കുകയാണ്. അതുകൊണ്ട് സ്വർഗീയ മണവാളനായ യേശുവായിട്ടുള്ള നമ്മുടെ വിവാഹ നിശ്ചയം മാമോദീസായിൽ കഴിഞ്ഞു. വിവാഹം നിശ്ചയം കഴിഞ്ഞിട്ടുള്ള വിവാഹം നടന്നിട്ടില്ല. പക്ഷെ ആ വിവാഹ നിശ്ചയത്തിന് ഇടയ്ക്ക് മണവാളനോടൊപ്പം മണവാട്ടിക്ക് പല അത്താഴങ്ങൾ ഒന്നിച്ച് കഴിക്കേണ്ടി വരും. അത് വിവാഹത്തിനുള്ള ഒരുക്കമാണ്. വിവാഹത്തിനുള്ള ഒരുക്കത്തിന്റെ ഭാഗമായി അങ്ങനെ അവൻ നമ്മോടും നമ്മൾ അവനോടും കൂടി അത്താഴം കഴിക്കുന്ന ദിവസങ്ങളും അനുഭവങ്ങൾ രഹസ്യമായിട്ടുണ്ട്. അത് കഴിഞ്ഞ് പരസ്യമായ വിവാഹവും പരസ്യമായ കഴിവും ഒക്കെ ഉള്ളൂ എന്നുള്ള കാര്യം ഉറപ്പിക്കുന്നു. നിങ്ങൾക്കത് സാധിച്ചിട്ടുണ്ടോ? എബ്രായ ലേഖനം 4-ാം അധ്യായത്തിൽ പഴയ നിയമത്തിലുള്ളവർക്ക് ആ സ്വസ്ഥത കിട്ടിയില്ല. കർത്താവ് 3.5 കൊല്ലം വേല ചെയ്ത് തന്റെ പ്രാണൻ മുഴുവനും മനുഷ്യജാതിക്ക് മുഴുവൻ വേണ്ടി ഒഴുക്കിക്കൊടുത്ത് പാതാളം വരെ ചെന്ന് പിശാചിന്റെ അവകാശം തീർത്ത് പാതാള ഗോപുരങ്ങളെല്ലാം തകർത്ത് പിശാചിന്റെയും മരണത്തിന്റെയും കയ്യിലായിരുന്ന മനുഷ്യന്റെ പ്രാണനെ
കർത്താവ് വില കൊടുത്ത് തിരികെ വാങ്ങിച്ച് അങ്ങനെ പാതാളത്തിന്റെയും മരണത്തിന്റെയും താക്കോൽ കയ്യിലുണ്ടായിരുന്ന ആ പുത്രൻ ആ താക്കോലോട്ട് തുറന്ന് മരണത്തിന്റെയും പാതാളത്തിന്റെയും കയ്യിൽ നിന്ന് പ്രത്യാശയോടെ കാത്തിരുന്ന പ്രാണനെ എല്ലാം താൻ തന്റെ ഉള്ളിലാക്കി. ഇപ്പോഴും പാതാളത്തിൽ നിന്ന് പരദീസായിലേക്ക് ഉള്ളതായ ആ വീണ്ടെടുപ്പും പോക്കും തുറന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നിവിടെ വന്നിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരുടെ പലരുടെയും പ്രാണൻ കുറച്ചെങ്കിലും പാതാളത്തിൽ കാണും. അതുകൊണ്ട് അവർക്ക് വേണ്ടി ഇന്ന് വിശുദ്ധ കുർബാന അർപ്പിക്കുക. എല്ലാ ശനിയാഴ്ചയും വാങ്ങിപ്പോയവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നത്, നമ്മൾ ജീവിക്കുന്ന യേശു നമ്മുടെ ഇന്നത്തെ ജീവൻ ഉപയോഗിച്ച് പാതാളത്തിൽ പോയി അവിടെ പ്രാണനെയും കൊണ്ട് കർത്താവിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നുണ്ട്. കന്യമറിയാവുന്നെടുത്ത ശരീരമാണ് കർത്താവ് ഈ ഭൂമിയിലെ വേല ചെയ്യുവാനും പാതാളത്തിൽ പോകാനും ഉപയോഗിച്ചത്. കന്യമറിയാവുന്നെടുത്ത ശരീരത്തിന്റെ രക്തം ഊറ്റി ഒഴിച്ചു കൊടുത്തിട്ടാണ് മനുഷ്യജാതിയുടെ പാപത്തിന്റെ ആ മറുവിലയായി നൽകപ്പെട്ടിട്ട് അങ്ങനെ പാതാളത്തിലേക്ക് പോയ കർത്താവിന്റെ ആ ജീവനും ശക്തിയുമാണ് പാതാളത്തിലെ വേലയ്ക്ക് ഉപകരിച്ചത്. കർത്താവ് 3 ദിവസം ഖബറിൽ ശരീരം വിശ്രമിക്കുമ്പോൾ ശരീരത്തിന് സ്വസ്ഥത ലഭിച്ചു. ശരീരം 3 ദിവസം കല്ലറയിൽ സ്വസ്ഥമായി കിടന്നു. അത് ഉയർത്തെഴുന്നേൽക്കാനുള്ള വെട്ടപ്പാട് ദൈവാത്മാവ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പാതാളത്തിലേക്ക് ഒഴുകിപ്പോയതായ തന്റെ രക്തം, ആ രക്തത്തിലൂടെ തന്റെ ആത്മാവ് തന്റെ പ്രാണനിലൂടെ പാതാളത്തിൽ പോയി പ്രസംഗിച്ച് പാതാളത്തിലുണ്ടായിരുന്നവരുടെ അവരെ നിന്ന് വീണ്ടെടുക്കാവുന്നവരെല്ലാം വീണ്ടെടുത്തുകൊണ്ട് താൻ പിതാവിന്റെ സന്നിധിയിലേക്ക് പോയ വഴിക്കാണ് മക്തലിന്റെ മറിയത്തിനെ കാണുന്നത്. ഇപ്പം നീ എന്നെ തൊടല്, ഞാൻ എന്റെ പണി തീർന്നിട്ടില്ല, ഞാൻ ഈ കിട്ടിയിരിക്കുന്ന വലിയ കാഴ്ചയുമായി പിതാവിന്റെ സന്നിധിയിൽ കാഴ്ചവെക്കാൻ പോവുകയാണ്. ഞാൻ പാതാളത്തിൽ നിന്ന് പർദീസായിലേക്ക് പോകുന്ന വഴി പിതാവിന്റെ സന്നിധിയിലേക്ക് പോകുന്ന വഴിയായി തുടരുതെന്ന് പറഞ്ഞ് മാറ്റി നിർത്തി. അങ്ങനെ ആദാമിന്റെ കാലം മുതൽ നഷ്ടപ്പെട്ടു പോയ പ്രാണനെ എല്ലാം നേടിയെടുത്ത് പിതാവിന് കാഴ്ചവെച്ചപ്പോഴാണ് പിതാവിന് സന്തോഷമായത്. അതിനുശേഷം കർത്താവിനെ വിശ്വസിച്ചവർക്കുള്ള അനുഗ്രഹങ്ങളുമായി ഭൂമിയിലുള്ളവരുടെ അനുഗ്രഹവുമായി കർത്താവ് മടങ്ങി വന്ന് ഗലീലായിൽ അവരെല്ലാം കർത്താവിന്റെ കാലം തൊട്ട് നമസ്കരിച്ചു. കർത്താവിന്റെ മുറികളിൽ സ്പർശിച്ച് അവിടെ വിശ്വാസം വർദ്ധിപ്പിച്ചതായി നമ്മൾ തോമാസിയായെ കുറിച്ച് ചിന്തിക്കുന്ന പുതിയ ഞായറാഴ്ച നമ്മൾ വായിച്ചിട്ടുണ്ട്. അപ്പൊ ഈ പറഞ്ഞതിന്റെ അർത്ഥം സ്വസ്ഥതയുടെ അനുഭവം ആദ്യം ആത്മാവിനും അത് കഴിഞ്ഞാൽ നമ്മുടെ പ്രാണനും നമ്മുടെ ശരീരത്തിനും തരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. നമ്മുടെ വേല തികച്ച് സ്വസ്ഥതയോടെ നമുക്ക് കർത്താവിനെ ആരാധിക്കാൻ ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ, നമ്മുടെ ശരീരം കർത്താവിന്റെ സന്നിധിയിൽ സ്വസ്ഥമായിരിക്കുമ്പോൾ, നമ്മുടെയും നമ്മുടെ പൂർവികരുടെയും നഷ്ടപ്പെട്ട പ്രാണനെ വീണ്ടെടുക്കാൻ കർത്താവ് പാതാളത്തിൽ പോയി പ്രവർത്തിക്കുമെന്നുള്ളൊരു സന്ദേശം ഇതിനകത്തുണ്ട്. നമ്മളെന്തിനാ സ്വസ്ഥതയോടെ ഇരിക്കണമെന്നറിയാവോ? അന്നത്തെ ശക്തി മുഴുവൻ കർത്താവിന് പാതാളത്തിലേക്ക് കൊണ്ടുപോകാനാണ്. അതുകൊണ്ടാണ് ഒരു ദിവസം കർത്തൃ ദിവസമായി മാറ്റണം. പഴയ നിയമകാലത്ത് ശനിയാഴ്ചയായിരുന്നു, പുതിയ നിയമകാലത്ത് ഞായറാഴ്ചയാക്കി മാറ്റി. ഉയർത്തെഴുന്നേറ്റ ദിവസമായതുകൊണ്ട് കർത്താവിന്റെ ആ പുനരുത്ഥാന ദിവസമായ ഞായറാഴ്ച ദിവസം കർത്തൃ ദിവസമായി മാറ്റി. അന്ന് മറ്റു പണികളൊന്നും ചെയ്യാതെ ആരാധനയ്ക്ക് നമ്മുടെ വീട്ടിലും നമ്മുടെ ആരാധന സ്ഥലത്തും ധ്യാനമന്ദിരങ്ങളിലും പോയി സ്വസ്ഥമായിരിക്കുമ്പോൾ, നമ്മുടെ ശരീരം സ്വസ്ഥ ദൈവത്തിലിരിക്കുമ്പോൾ നമ്മുടെ പ്രാണനെ ഈ കർത്താവ് എടുത്തിട്ട് ആ പ്രാണനെയും കൊണ്ട് പാതാളത്തിൽ പോയി പാതാളത്തിലായിരിക്കുന്ന നമ്മുടെയും നമ്മുടെ പൂർവികരുടെയും നഷ്ടപ്പെട്ട പ്രാണനെ വീണ്ടെടുത്ത് അവയെ കർത്താവിന്റെ ഉള്ളിലാക്കുന്ന പ്രക്രിയ തുറന്നുകൊണ്ടിരിക്കുന്നു. എല്ലാ യാമപ്രാർത്ഥനകളിലും എല്ലാ ധ്യാനവേളകളിലും എല്ലാ വിശുദ്ധ കുർബാനയിലും ഈ പണി തുടരുകയാണ്. നമ്മൾ സ്വസ്ഥമായിരുന്നാലേ ഈ പരിപാടി നടത്തുള്ളൂ. അതുകൊണ്ടാണ് മാറിയിരിക്കണം, അവധിയെടുത്ത് മാറിയിരിക്കണം എന്ന് പറഞ്ഞത്. കാരണം എല്ലാത്തിനുള്ള കുറേ ശക്തിയെ നമുക്കുള്ളൂ. അതുകൊണ്ട് അവധിയെടുത്ത് സ്വസ്ഥമായിരിക്കുമ്പോൾ ആ ശക്തി മുഴുവൻ പാതാളത്തിലേക്ക് തിരിച്ചുവിടാൻ സാധിക്കും. അതിൽ കൂടെ നമ്മുടെയും നമ്മുടെ പൂർണ്ണതയിൽ നഷ്ടപ്പെട്ട പ്രാണനും കൂടെ വന്നിട്ടേ നമുക്ക് പൂർണ്ണത സ്വസ്ഥത ലഭിക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ സ്വസ്ഥത ഇപ്പോൾ അപൂർണമാണ്. അത് പൂർണ്ണതയിലെത്തണമെങ്കിൽ 100% പ്രാണനും യേശുവിന്റെ മാറിലെത്തണം. 100% പ്രാണൻ യേശുവിലെത്തിയാൽ നമ്മുടെ പ്രാണന് സ്വസ്ഥതയായി, ആത്മാവിന് സ്വസ്ഥതയായി. പിന്നെ ശരീരം വീണ്ടെടുക്കപ്പെട്ട് അത് തേജസ്കരിക്കപ്പെടുവാനുള്ള ബദ്ധപ്പാടിൽ ഒത്തിരി കുരിശുകൾ സഹിച്ച് ഈ ഭൂമിയിൽ ഈ ശരീരം രോഗം കൊണ്ടും ക്ഷീണം കൊണ്ടും തളർച്ച കൊണ്ടും അസ്വസ്ഥത കൊണ്ടും ബന്ധപ്പെടുമ്പോൾ ദേഹിക്കും ആത്മാവിനുള്ളതായ നമ്മുടെ സ്വസ്ഥത ഇങ്ങോട്ട് ഒഴുകി വന്നിട്ട് ഇത് സഹിക്കാവുന്ന അനുഭവമായി മാറുകയാണ്. അപ്പോസ്തലനായ പൗലോസിന്റെ പ്രാണൻ മുഴുവനും
യേശുവിലാകാൻ വേണ്ടി അറേബ്യയിൽ തപസ് ചെയ്ത് രാത്രി മുഴുവൻ പ്രാർത്ഥിച്ച് വേല ചെയ്തപ്പോൾ പ്രാണൻ മുഴുവൻ യേശുവിന് മാറിയിരുന്നതുകൊണ്ട് ആ സ്വസ്ഥതയുടെ അനുഭവത്തിൽ, പർദീസായുടെ അനുഭവത്തിൽ തന്റെ ശരീരത്തിന് എന്ത് വേദന വന്നാലും അത് സഹിക്കാവുന്നതും രസകരവുമായിട്ട് എനിക്ക് തോന്നി. കള്ളക്കേസിൽ ജയിലിൽ കിടക്കേണ്ടി വന്നാലും, അടികൊള്ളേണ്ടി വന്നാലും, എന്തെല്ലാം അനുഭവം വന്നാലും 2 കർത്താവിന്റെ കയ്യിൽ ഉണ്ടായിരുന്നതുകൊണ്ട് 1 ആ കർത്താവിലുള്ള ആശ്വാസം കൊണ്ടും സന്തോഷം കൊണ്ടും സഹിക്കാവുന്നതായി രസകരമായത് കഷ്ടത, സിദ്ധതയെ പ്രത്യാശയെ ഉളവാക്കി പ്രത്യാശയുടെ ധൈര്യം മുറുപിടിച്ച് നമ്മൾ ദൈവത്തിന്റെ ഭവനമായിക്കൊണ്ടായിരുന്നു. നമ്മുടെ സഭാജീവിതത്തിൽ കുരിശിന്റെ മാർഗത്തിലുള്ള ജീവിതയാത്ര നമ്മളെ സ്വസ്ഥതയിൽ എത്തിക്കുന്നുണ്ട്. അപ്പൊ കർത്താവിന്റെ കുരിശ് മരണത്തിന് ശേഷമുള്ള തന്റെ 3 ദിവസത്തെ സ്വസ്ഥതയുടെ സമയമാണ് പാതാളത്തിൽ താൻ പ്രസംഗിക്കുന്നതും പാതാളത്തിൽ നിന്ന് നേരെ പർദീസായിലേക്ക് ആനയിച്ചതും. നമ്മുടെ എല്ലാം വീടുകളിൽ, നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഇങ്ങനെ പാതാളത്തിൽ നിന്ന് പർദീസായി കയറേണ്ട ഒരു വശം കിടപ്പുണ്ട്. അതിന് നമ്മൾ സ്വസ്ഥമായി മാറിയെന്ന് ധ്യാനിക്കണം. സ്വസ്ഥമായി മാറിയെന്ന് ധ്യാനിക്കുകയും ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും നമ്മുടെ ശരീരം അടങ്ങി ഒതുങ്ങിയിരിക്കുമ്പോൾ മാത്രമേ ആ ശരീരത്തിന്റെ ശക്തിയെ പാതാളത്തിലേക്കൂടെ തിരിച്ചുവിടാനൊക്കുള്ളൂ. നമ്മുടെ ഉള്ളിൽ കർത്താവ് ജീവിക്കുന്നെങ്കിൽ ആ ശക്തിയും കൊണ്ട് കർത്താവ് പാതാളത്തിൽ പോയി നമ്മുടെ വാങ്ങിപ്പോയവരുടെ മരിച്ച വശങ്ങളെയും കൂടെ ജീവിപ്പിച്ച് കഴിയുമ്പോൾ കുറെ കൂടി ആശ്വാസവും കുറെ കൂടി ശക്തിയായി നമുക്ക് മാറും. നമ്മുടെ പൂർവികരുടെ സങ്കടം തീരാത്തതുകൊണ്ടാണ് നമ്മുടെ സങ്കടം മാറാത്തത്. നമ്മുടെ പൂർവികരുടെ സങ്കടങ്ങളും കടങ്ങളും തീരാത്തതുകൊണ്ടാണ് നമ്മുടെ ഈ ഭൂമിയിലെ കടം തീരാത്തത്. അതാണ് ആദ്യം തീരുന്നത്. സാമ്പത്തിക കടം, മാനസികം, ആത്മീയം, ഒത്തിരി തരം കടങ്ങൾ നമുക്കുണ്ട്. ഇപ്പോൾ നമ്മുടെ കടം തീരാത്തതിന്റെ കാര്യം ആദ്യം തീരേണ്ടത് അവരുടെ കടമാണ്. കാരണം അവരുടെ രക്തവും അവരുടെ ശരീരവും അവരുടെ വസ്തുക്കളാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ കടം വീട്ടാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. കുടിശ്ശിക തീർത്തതിന് ശേഷമേ അവരോടൊപ്പം നമുക്ക് സ്വസ്ഥതയും ആനന്ദവും പൂർണ്ണമായി ആസ്വദിക്കാൻ സാധിക്കുമെന്നതായി ഓർപ്പിക്കുന്നു. എബ്രായ ലേഖനം 4-ാം അധ്യായത്തിൽ 9-ാം വാക്യത്തിൽ ആകയാൽ ദൈവത്തിന്റെ ജനത്തിന് ഒരു ശബത്ത് അല്ലെങ്കിൽ സ്വസ്ഥതയുടെ അനുഭവം ശേഷിച്ചിരിക്കുന്നു. ആ ശേഷിച്ചിരിക്കുന്ന സ്വസ്ഥത നമുക്ക് ലഭിച്ചോ? ദൈവത്തിന്റെ പ്രവൃത്തിയിൽ നിന്ന് വിരമിച്ചതുപോലെ അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിച്ചവനും തന്റെ പ്രവൃത്തികളിൽ നിന്ന് വിരമിച്ച് അതുകൊണ്ട് ആരും അനുസരണക്കേടിന്റെ അതേ ദൃഷ്ടാന്തം പിന്തുടർന്ന് വീഴാതിരിക്കേണ്ടതിന് നാം ആ സ്വസ്ഥതയിൽ പ്രവേശിക്കാൻ പ്രയത്നിക്കുക. ആ സ്വസ്ഥതയിൽ പ്രവേശിക്കാനുള്ള പ്രയത്നമാണ് നമ്മുടെ ധ്യാനവും പ്രാർത്ഥനയും ആരാധനയും വചന പഠനവും എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. ആ സ്വസ്ഥത എത്ര ശതമാനം കിട്ടിയെന്ന് നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ? എനിക്കും എന്റെ മക്കൾക്കും എനിക്കും എന്റെ കുടുംബത്തിന് ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുന്ന സ്വസ്ഥത എത്ര ശതമാനം കിട്ടി? അസ്വസ്ഥമാക്കുന്ന തിന്മയുടെ അധികാരങ്ങൾ എത്രയുണ്ട്? അതിന് പകരം എത്ര കിട്ടും? അത് കൊടുത്തിട്ട് എനിക്ക് എങ്ങനെ സ്വസ്ഥതയോടെ കർത്താവിനെ ആരാധിക്കാൻ സാധിക്കും എന്നുള്ള കാര്യം ഈ ശ്രീവായ്ക്ക് ശേഷമുള്ള 2-ാം ഞായറാഴ്ച 2-ാം വാരത്തിൽ നമ്മൾ പരിശോധിക്കുകയാണ്. ദൈവത്തിന്റെ വചനത്തിന് ഒത്തിരി പണികൾ നമ്മൾ ചെയ്യാനുണ്ട്. ദൈവത്തിന്റെ വചനം ജീവനും ശൈലിയുമുള്ള ഇരുവായിട്ടുള്ള ഏത് വാളിനേക്കാൾ മൂർച്ചയേറിയതും അത് പ്രാണനെയും ആത്മാവിനെയും സന്ധിപഞ്ചകളെയും വേർപെടുത്തുന്നത് വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ആഗ്രഹങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. സ്വസ്ഥമായി എന്ന് മാറി എന്ന് പ്രാർത്ഥിക്കുമ്പോൾ വചനം ചെയ്യുന്നൊരു വേലയാണ്. വീണ്ടെടുക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗാരോഹണം ചെയ്ത് യേശുവിന്റെ കൂടെ ഇരിക്കുന്ന നമ്മുടെ ആത്മാക്കൾ, വീണ്ടെടുക്കപ്പെട്ട് യേശുവിന്റെ മാറിലായിരിക്കുന്ന പ്രാണൻ, അതിനുശേഷം വീണ്ടെടുക്കപ്പെടാത്ത പ്രാണൻ കുഴഞ്ഞു ചേരിൽ എത്ര നാളത്തേതുണ്ട്? ശരീരം എന്തെല്ലാം പാപശാപങ്ങൾ ഇനി ശരീരത്തിൽ നിന്ന് പോകാനുണ്ട്? ഇതിന്റെ എല്ലാം കണക്ക് വചനമാകുന്ന കർത്താവ് നമ്മളെ അറിയിക്കുന്നു. അപ്പോൾ എല്ലാ കുർബാനയും പുത്തനായിരിക്കും, എല്ലാ യാമപ്രാർത്ഥനകളും പുത്തനായിരിക്കും, എല്ലാ വചന പഠനവും പുത്തൻ കൃപകൾ തന്ന് നമ്മളെ പുതുമയുള്ളവരായി പൂർണ്ണതയിലേക്ക് രക്ഷാപൂർത്തിയിലേക്ക് ആനയിക്കുന്ന അനുഭവം ഉണ്ടാവും. വാങ്ങിപ്പോയവർ രക്ഷാപൂർത്തിക്കായിട്ട് കാത്തിരിക്കുന്നു എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ അവസാനത്തെ വാക്കിൽ എഴുതിയിരിക്കുന്നു. അപ്പൊ മാമോദീസായുടെ എന്ന രക്ഷ തുടങ്ങുന്നു, ഓരോ ദിവസവും അത് തുടരുന്നു. ഭയത്തോടും മുരലോടും വരെ നമ്മുടെ പ്രാണൻ രക്ഷയ്ക്കായി പ്രവർത്തിക്കുവാൻ പിതാവ് നമ്മൾ ഇച്ഛിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. പിതാവും പുത്രനും പരിശുദ്ധമായ ത്രിയേക ദൈവം വസിക്കുന്ന പള്ളിയായി നമ്മൾ മാറിക്കഴിയുമ്പോൾ നമുക്ക് പൂർണ്ണ സ്വസ്ഥത ലഭിച്ചിട്ട് ആ സ്വസ്ഥത അനേക തലമുറകളിലേക്ക് കവിഞ്ഞൊഴുകുന്ന അനുഭവത്തിലേക്ക് വളർത്താൻ സാധിക്കും. അപ്പോൾ ദൈവത്തിന്റെ വചനമാകുന്ന വാള് നമ്മിൽ മുറിവുണ്ടാക്കി ആ മുറിവിൽ കർത്താവിന്റെ മുളയൊട്ടിച്ച് ആ മുള വളർന്ന് അത് ജീവവൃക്ഷമായി ആത്മഫലം വിളയിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ വളർന്നിട്ടുണ്ടോ? തിരുവചനം നമുക്ക് നൽകിയിരിക്കുന്ന മുറിവുകളെല്ലാം ജീവദായകമാണ്. അത് കർത്താവ് തന്നെ മുറിയിട്ട് കർത്താവിന് മുളയൊട്ടിച്ച് അത് നമുക്ക് ആത്മഫലം വിളയിക്കുന്ന വൃക്ഷമായി നമ്മളെ മാറ്റുമെന്നും കൂടെ ഓർപ്പിക്കുന്നു.
എന്നാൽ ഈ അസ്വസ്ഥത വരാൻ എന്താ കാരണം? സ്വർഗ്ഗകോടതിയുടെ ഒരു വിധി അതിന്റെ പുറയിലുണ്ടെന്ന് എബ്രായ ലേഖനം 3-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. എബ്രായ ലേഖനം 3-ാം അധ്യായത്തിന്റെ 6 തൊട്ട് 18 വരെ വായിക്കുകയാണെങ്കിൽ, സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ലെന്ന് സത്യം ചെയ്ത അനുസരണം കേട്ടവരോടല്ലാതെ മറ്റാരോടാണ്? ഇങ്ങനെ അവിശ്വാസം നിമിത്തം അവർക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞില്ല എന്ന് കാണുന്നു. അപ്പോൾ നമ്മുടെ പൂർവ്വരുടെ അവിശ്വാസം കൊണ്ട് സ്വർഗ്ഗകോടതിയുടെ ഒരു വിധി ഇപ്പൊ നടപ്പിലായിക്കൊണ്ടിരിക്കുകയാണ്. നിനക്ക് സ്വസ്ഥത ഉണ്ടാകില്ല എന്ന് ദൈവം പറഞ്ഞു പോകേണ്ടിയോ? കോടതി മുട്ടിക്കഴിയുമ്പോൾ ചില അപ്പനും അമ്മയും മക്കളെ കുറിച്ച് പറഞ്ഞാൽ നിനക്ക് ഗുണം പിടിക്കുകയെന്ന് പറയേണ്ടി വരും. അങ്ങനെയാ ചാവും വരുന്നത്. അപ്പൊ അങ്ങനെ പറയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് ക്ഷമ ചോദിച്ച് കുഞ്ഞെ നീ നന്നായി വാന്ന് പറയിപ്പിക്കണം. സ്വർഗത്തിലെ അപ്പത്തിനാണ് അതുപോലെ ഗതികെട്ട് നിനക്ക് ഗുണം പിടിക്കുകയെന്ന് പറയേണ്ടി വന്നു. അതുകൊണ്ടാണ് 6 ലക്ഷം കുടുംബങ്ങൾ വലിയ പ്രതീക്ഷയോടെ ചെങ്കടൽ കടന്ന് വാഗ്ദത്ത നാട്ടിലേക്ക് യാത്ര പുറപ്പെട്ടതാണ്. 40 കൊല്ലം അവർ ഉഴന്നു നടന്നു. അവരുടെ പുതുകുറുപ്പ് മുഖാന്തരം എന്തു സംഭവിച്ചു? വലിയ കരുണയോടെ അവരെ പുറപ്പെടുവിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ കോപം വന്നിട്ട് നമുക്ക് സ്വസ്ഥത ഉണ്ടാകുകയില്ല എന്ന് പറയേണ്ടി വന്നു. അതുകൊണ്ടാണ് 6 ലക്ഷം കുടുംബങ്ങൾ മരുഭൂമിയിൽ കിടന്ന് കറങ്ങി ചാകേണ്ടി വന്നു. ഒരു യോശുവായും കാലവും മാത്രം അക്കരയ്ക്ക് കടന്നു. അത് എല്ലാ തലമുറയിലും ആവർത്തിക്കുന്ന ഒരു പ്രതിഭാസമാണ്. 16-ാം വാക്യത്തിൽ, ആരാകുന്നു കേട്ടിട്ട് അവനെ കോപിപ്പിച്ചത്? മിസ്രയീമിൽ നിന്ന് മോശ പുറപ്പെടുവിച്ച് പോന്നവർ എല്ലാവരും അല്ലയോ? അവൻ 40 വർഷം ആരോടാണ് കോപിച്ചത്? പാപം ചെയ്തതിനാൽ തങ്ങളുടെ ശരീരങ്ങൾ മരുഭൂമിയിൽ വീണുപോയവരോടല്ലയോ? ഇവിടെ 40 കൊല്ലം മരുഭൂമിയിൽ ഉഴന്നു നടന്ന് മരിച്ച ആ പൂർവികരുടെ അതേ സ്വഭാവം നമ്മുടെ പൂർവികർക്കും ഉണ്ടായിരുന്നു, നമുക്കുണ്ട്. അത് മാറിക്കഴിഞ്ഞാൽ സ്വസ്ഥതയുണ്ടാവും. അപ്പൊ അസ്വസ്ഥതയ്ക്ക് നന്ദി പറയണം. സ്വസ്ഥതയിലേക്ക് നമ്മളെ കൊണ്ടുപോകാനുള്ള നോട്ടീസാണ്. ഇവിടെ വന്നിരിക്കുന്നവർക്കെല്ലാം എന്തൊക്കെ അസ്വസ്ഥത? നിങ്ങൾ എഴുതുന്ന കാര്യങ്ങളെല്ലാം അസ്വസ്ഥതയിൽ നിന്നുണ്ടായ പ്രാർത്ഥനാ വിഷയങ്ങളാണ്. അസ്വസ്ഥതയ്ക്ക് നന്ദി പറഞ്ഞിട്ടുണ്ടോ? അത് സ്വർഗത്തിലെ കോടതിയുടെ നോട്ടീസാണ്. നിന്റെ പേരിൽ കേസുണ്ട്. എന്നാ നന്ദി എന്ന് പറഞ്ഞാട്ടെ. നന്ദി. ഹല്ലേലൂയ. എന്താ? എന്റെ അസ്വസ്ഥതയ്ക്ക് നന്ദി, വേദനകൾക്ക് നന്ദി. ആരോഗ്യത്തിന് ഏതാണ്ട് പ്രശ്നമുണ്ടെന്നായി വേദനയുടെ അർത്ഥം ഉടനെ ആശുപത്രി പോവുക. നെഞ്ചുവേദനയ്ക്ക് വന്നാൽ ഹാർട്ടിന് ഏതാണ്ട് കുഴപ്പമുണ്ട്, ഗ്യാസ് ഏതാണ്ട് പ്രശ്നമുണ്ടെന്ന് അതിന്റെ ഉടനെ ആ നോട്ടീസ് നമ്മൾ കൈപ്പറ്റിയിട്ട് ചികിത്സയ്ക്ക് പോകുന്നു. എല്ലാ അസ്വസ്ഥതയും പുറകിൽ കേസ് തീർന്നിട്ടില്ലെന്നാണ്. ദൈവത്തെ കോപിപ്പിച്ചതായ കേസ് തീർന്നിട്ടില്ല, നോട്ടീസാണ്. ഉടനെ ദൈവത്തിലേക്ക് പോയി സ്വയപരിശോധന ചെയ്ത് എന്റെയും എന്റെ പൂർവികരുടെയും ശാപങ്ങളും അശുദ്ധികളും കുടിശ്ശികളും എത്രയുണ്ട് തീർത്തേക്കാവേ എന്ന് പറയുമ്പോൾ സ്വസ്ഥത കിട്ടും. അങ്ങനെ പൂർണ്ണ സ്വസ്ഥതയോടെ കർത്താവിന്റെ കല്യാണത്തിന് പോകാൻ നമ്മൾ വിളിച്ചിരിക്കുന്നു. അങ്ങനെ എബ്രായർ 3-4 അധ്യായങ്ങളിലെ സ്വസ്ഥതയുടെ അനുഭവം നമ്മുടെ അനുഭവമാകുവാൻ വചനമാകുന്ന വാള് നമ്മുടെ ദേഹത്തിലും ദേഹിയിലും ആത്മാവിലും പല ക്രിയകൾ ചെയ്യാനുണ്ട്. അത് പൂർത്തീകരിക്കാൻ വേണ്ടി ധ്യാനമന്ദിരങ്ങളിൽ നമ്മൾ വന്ന് ആരാധന സ്ഥലത്ത് പോയി ഈ പണി തുടരുകയാണ്. നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, ഈ നല്ല ദിവസത്തിനായി നന്ദി പറയുന്നു. ഒരു സ്വസ്ഥതയുടെ അനുഭവം നീ ഞങ്ങൾക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. ഞങ്ങളുടെ അനുസരണക്കേട് കൊണ്ടും പിറുപിറുപ്പ് കൊണ്ടും പിന്മാറ്റം കൊണ്ടും കഴിഞ്ഞ തലമുറക്കാരോട് നീ കോപിച്ച നിനക്ക് സ്വസ്ഥതയുണ്ടാകില്ല, നിങ്ങൾക്ക് സ്വസ്ഥതയുണ്ടാകില്ല എന്ന് പറഞ്ഞാൽ ആ കോടതി വിധി ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. അത് എത്ര എണ്ണം ഉണ്ടെന്ന് അറിഞ്ഞ് ദൈവസന്നിധിയിൽ നിലവിളിച്ച് അനുതാപത്തോടെ സത്യകുമ്പസാരം നടത്തി വിശുദ്ധ കുർബാന അനുഭവിച്ച് ഞങ്ങളുടെ തലകൾക്ക് കീഴടങ്ങിയിരുന്ന് കൃപയുപ്പുള്ള വാക്കുകൾ മാത്രം പറഞ്ഞ് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സഹായിക്കുന്നു. ഞങ്ങളുടെ ഓരോ വാക്കിനും ന്യായവിധി ഉണ്ടെന്ന് നീ ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നു. ഞങ്ങൾ തന്നിഷ്ടത്തോടെ ഒന്നും ചെയ്യാൻ പാടില്ല. കൃപയും ഉപ്പുള്ള വാക്ക് മാത്രം പറയണമെന്ന് ഞങ്ങളെ പഠിപ്പിച്ചാൽ നന്ദി പറയുന്നു. ഇസ്രായേൽക്കാർ കൃപയും ഉപ്പും ഇല്ലാത്ത വാക്കുകൾ കുറുകുറുപ്പോടെ സംസാരിച്ചപ്പോൾ അത് ദൈവകോപത്തിനിടയാക്കി. കർത്താവേ, ഞങ്ങൾ ഏത് കാര്യം പറയാൻ തോന്നിയാലും ആ പറയുന്നത് സത്യമാണോ? അത് ഞാൻ തന്നെയാണോ പറയേണ്ടത്? അതിന് സമയമായോ? അത് ദൈവനിയോഗമാണോ? ഇത് എന്നെക്കാൾ ഭംഗിയായി പറയാൻ വേറെ വല്ലവരും എന്റെ മുകളിലുണ്ടോ? ഇങ്ങനെയൊക്കെ പല ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ദൈവനിയോഗപ്രകാരം ആത്മനിറവിൽ ദൈവസ്നേഹാഗ്നിയിൽ ജ്വലിച്ച് ധ്യാനത്തിൽ തീ കത്തി നാവെടുത്ത് സംസാരിക്കണമെന്നുള്ള സങ്കീർത്തനക്കാരന്റെ നിർദ്ദേശം ഞങ്ങൾ ശരിക്കും പ്രയോജനപ്പെട്ടിട്ടില്ല, സമ്മതിക്കുന്നു. ഞങ്ങൾ ആ സമയത്തും അസ്ഥാനത്തും കൃപയില്ലാതെ പല വാക്കുകൾ പറഞ്ഞുകൊണ്ട് പലർക്കും മുറിവേറ്റിട്ടുണ്ട്, പല അസ്വസ്ഥരായിട്ടുണ്ട്, അത് രോഗമായിട്ടുണ്ട്, അത് അസമാധാനമായിട്ടുണ്ട്, അത് ശാപമായിട്ടുണ്ട്. അതെല്ലാം ഞങ്ങളിൽ മാറ്റിയിട്ട് ഞങ്ങളുടെ നാവിനെ പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വസ്ഥതയുടെ അനുഭവത്തിനായി ഞങ്ങൾ ഇനി ആരാധന തുടരുകയാണ്. ശ്രീബായുടെ വഴിയിലൂടെ യാത്ര ചെയ്ത് കുരിശെടുത്ത് കിരീടം പ്രാപിച്ച് ജന്മസാഫല്യം അടയുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് യേശുവിന്റെ നാമത്തിൽ യാചിക്കുന്നത് പിതാവിനും